സാറേ എന്നാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഡേറ്റ് ശരിക്കും വന്ന ഡേറ്റ് എന്തെങ്കിലും 2 ദിവസമായി 1-ാം തീയതിയാണോ അതെ 2-ാം തീയതി ആ ഡേറ്റ് 2 ദിവസം മുന്നേ എന്നുള്ളതാണ് സിറിയക്ക് പോലീസിനോട് പറഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സാർ രാവിലെയാണോ കസ്റ്റഡിയിലെടുത്തത്? രാവിലെയാണോ? എങ്ങനെ ഈ പോലീസിന് വിവരം ലഭിച്ച എങ്ങനെ സാറേ? എന്തോ രഹസ്യവിവരം കിട്ടിയായിരുന്നു. അതനുസരിച്ച് നിർദ്ദേശാനുസരണം സിയുടെ നിർദ്ദേശാനുസരണമാണ് ഞങ്ങൾ പോയി നോക്കിയത്. അയാളെ ചെറുതായിട്ട് ശ്രമിച്ചു. അധികം ഓടാൻ പറ്റിയില്ല. അവിടെ നിന്ന് കിട്ടുക അത് അറിയത്തില്ല. അത് ക്വസ്റ്റ്യൻ ചെയ്താലേ അറിയത്തുള്ളൂ. ഓക്കെ. അനുജ, ഈ സിറിയക്ക് പറയുന്ന അനുസരിച്ച് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ സിറിയക്ക് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മഫ്തിയിലെത്തിയ പോലീസുകാരെ കണ്ട് ആ പോലീസുകാരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ സിറിയക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടിയും പോലീസുകാർ പറയുന്നുണ്ട്. അത് മറികടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷപ്പെടൽ ശ്രമം മറികടന്നുകൊണ്ടാണ് അയാളെ പിടികൂടി വാഗമൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. നേരത്തെ തന്നെ ഈ വാഗമണ്ണിൽ ഇയാളുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഈ സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CIക്കാണ് ഇവിടുത്തെ വിവരം ലഭിച്ചത് എന്നുള്ളതാണ് SI പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് രാവിലെയാണ് സിറിയക്കിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അങ്കമാലിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇങ്ങോട്ടേക്ക് എത്താൻ എങ്ങനെ പോയാലും ഒരു 4 മണിക്കൂർ സമയമുണ്ട്. അതിന് മുന്നേ തന്നെ ഈ സിറിയക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇവിടെ വന്ന് പ്രത്യേക അന്വേഷണ സംഘം അത് സിറിയക്ക് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അങ്കമാലിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് താടിയും മീശയും ഒക്കെയുള്ള ഡോക്ടർ സിറിയക്കിനെയാണ്. എന്നാൽ രൂപമാറ്റമൊക്കെ വരുത്തി തിരിച്ചറിയപ്പെടാതിരിക്കാൻ ആ തരത്തിലേക്കൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് അയാൾ വാഗമണ്ണിലേക്ക് എത്തിയതെന്ന് കരുതണമല്ലേ? അനുജ, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കൊടുക്കുന്നത്, അതായത് സിറിയക്കാണ് പ്രതി എന്നറിഞ്ഞതിന് പിന്നാലെ നമ്മൾ പരസ്യപ്പെടുത്തിയ ഒരു ചിത്രമുണ്ട്. അതിൽ താടിയുണ്ട്, മീശയുണ്ട്. ആ രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നത്. അതായത് അപകടം ഉണ്ടാകുന്നതിന്റെ മുൻപും അതേ രൂപത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അപകടം ഉണ്ടായി ഒളിവിൽ പോകുന്ന ഘട്ടത്തിലാണ് ഈ താടിയും മീശയും ഒക്കെ വടിച്ച് അദ്ദേഹം ഈ രൂപത്തിലേക്ക്, അതായത് ഇപ്പോൾ കാണുന്ന, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ രൂപത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. അതായത് ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾ പോകുന്നതെങ്കിൽ ആളുകളുടെ ഒരു ശ്രദ്ധ വരാതിരിക്കാൻ, കാരണം എല്ലാ മാധ്യമങ്ങളിലും ഈ സിറിയക്കിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചിരുന്നു. ഇതാണ് സിറിയക്ക് എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇയാളെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ആളുകളുടെ ഒരു മനസ്സിലാക്കൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ആ മീശയും താടിയും മാറ്റി പ്രത്യേക രൂപത്തിലേക്ക് മാറിയതായിരിക്കാം. ആളുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നടപടി നടത്തിയതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഒടുവിൽ അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നു. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന സിറിയക് പി ജോർജ് ആണ് ഇപ്പോൾ വാഗമൺ പോലീസിന്റെ പിടിയിലായി പ്രത്യേക അന്വേഷണ സംഘം, അങ്കമാലിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘം അങ്കമാലിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.